ഇനി നിങ്ങൾ നോക്കൂ, സാധാരണ സുന്നത്തിനോട് കാണിച്ച ആ ഒരു സമീപനമല്ല നബി തിരുമേനി ജമാഅത്തിൽ പങ്കെടുക്കാത്ത ആൾക്കാരോട് കാണിക്കുന്നത്. അവിടുന്ന് ഒരിക്കൽ പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നബി തിരുമേനി ഇങ്ങനെ പറയുകയുണ്ടായി, വല്ലദീ നഫ്സീ ബിയദിഹി ലഖദ് ഹമംതു അൻ ആമുറ ബിഹസബിൻ ഫയുഹ്സബ ثم آمر بالصلاة فيؤذن لها ثم آمر رجلا فيؤم الناس ثم أخالف إلى رجال فأحرق عليهم بيوتهم والذي نفسي بيده لو يعلم أحدهم أنه يجد عرقا ثمينا أو نغماتين حسنتين لشهد العشاء رواه البخاري. റസൂലുള്ളാഹി പറയാണ്, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെ സത്യം. റബ്ബിനെ സത്യപ്പെടുത്തിക്കൊണ്ട് റസൂലുള്ളാഹി പറയാണ്, ലഖദ് ഹമംതു, വെറുതെ പറയല്ല, ഞാൻ വിചാരിച്ചു പോയി, അള്ളാനെ തന്നെ നേരിൽ ഞാൻ വിചാരിച്ചു പോയി. റസൂലുള്ളാഹിയുടെ കയ്യിൽ നോക്കും, പടച്ചതമ്പുരാനെ തന്നെ സത്യം ഞാൻ വിചാരിച്ചു പോയി. സഹാബത്തിനോട് പറയാം, എന്താ ഞാൻ വിചാരിച്ചു പോയത്? അൻ ആമുറ ബിഹസബിൻ ഫയുഹ്സബ, ഒരാളെ പറഞ്ഞയച്ചിട്ട് തൊട്ടടുത്ത പ്രദേശത്ത് പോയിട്ട് അവൻ ഒരു കെട്ട് വിറകുമായി വരാൻ വേണ്ടി ഞാൻ കൽപ്പിക്കാൻ വിചാരിച്ചു. എന്നിട്ട് വിറക് വന്നിട്ട് വിറക് കെട്ടുകൊണ്ട് ഒരാൾ വരിക, ഞാൻ അവിടെ ഇമാമത്ത് നിൽക്കാതെ വേറൊരാളെ പകരം ഇമാമത്ത് നിർത്തിയിട്ട് ബാങ്കും ഇഖാമത്തും നിർവഹിപ്പിച്ച് അവിടെ നിസ്കാരം തുടങ്ങിയതിന് ശേഷം ഞാൻ ചില പുരുഷന്മാരുടെ അടുത്തേക്ക് പോവുക, അവരുടെ വീട്ടിന്റെ ഉള്ളിൽ ജീവനോട് കൂടെ അവരെ ഇട്ട് വീടിന് തീ കൊളുത്താൻ ഞാൻ വിചാരിച്ചു പോയി. കണ്ടോ, വീട്ടിന്റെ ഉള്ളിലിട്ടിട്ട് ജീവനോട് തന്നെ ചുട്ടാണ് കൊല്ലാൻ ഞാൻ ചിന്തിച്ചു പോയി. ഒരാളെയും ഒന്നായിട്ട് വിറക് കെട്ടും കൂട്ടത്തിന് തീ കൊടുക്കാൻ ജമാഅത്തിന് പങ്കെടുക്കാതെ വീട്ടിന്റെ ഉള്ളിൽ കഴിഞ്ഞുകൂടുന്ന കള്ളന്മാർ അവരെ വീട്ടിന്റെ ഉള്ളിലിട്ട് തന്നെ അവരുടെ വീടടക്കം കരിച്ചു കളയാൻ ഞാൻ വിചാരിച്ചു പോയി. വെറുതെ പറയുന്നതല്ല, റബ്ബാണ് സത്യം, ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയി. നബി അങ്ങനെ വെറുതെ തോന്നിയത് ചിന്തിക്കുന്ന ആളല്ല, പടച്ചോന്റെ വഴിയിനനുസരിച്ച് മാത്രം ദീനിന്റെ കാര്യം കൈയാടുന്ന വ്യക്തിയാണ്. എന്നിട്ട് നബി പറയാണ്, വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ നാഥനെ തന്നെ സത്യം. അവരീ പള്ളിയിൽ വന്നാൽ എന്തെങ്കിലും ഒരു കുറക് അല്ലെങ്കിൽ ഒരു മാംസം എന്തെങ്കിലും ഒരു ഭൗതിക നേട്ടം കിട്ടുന്നുണ്ടാൽ അവർ വാഞ്ഞെത്തോലെ പള്ളിയിൽ. ഗനീമത്ത് മുതൽ ഒരിക്കലുണ്ട് എന്ന് പറഞ്ഞാൽ മുനാഫിക്കീങ്ങൾ സുബൈക്കും അശാഖൊക്കെ പള്ളിയിൽ സജീവാണ്, വേറെ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ നോക്കൂ, നമ്മുടെയൊക്കെ പല നാടുകളിലും 27-ാം അന്ന് പള്ളിയിൽ ഭയങ്കര തിരക്കാണ്. എന്തേ? പല പള്ളികളിലും സാധാരണ തിരക്ക്. അപ്പുണ്ടായിരുന്ന കാരണം ഏറ്റവും കൂടുതൽ പരിശോധിച്ച് നോക്കും, അപ്പം വിതരണം ചെയ്യുന്ന പള്ളികളിലാണ് കൂടുതലായിട്ടുണ്ടാവുക. ഇതൊക്കെ നമ്മുടെ നാടുകളിൽ പ്രാദേശികമായി നടക്കുന്ന ചില വസ്തുതകളാണ്. അതേപോലെ തന്നെ ബദരീങ്ങളാണ്ടിന് പോത്തിറച്ചിയും നെയ്ച്ചോറും വിതരണം ചെയ്യുന്ന അന്നത്തെ അസറിനും മകരിക്കും പള്ളിയിലാളുണ്ടാവും. ഓമാനു ശ്രോതാക്കളുടെ ആണ്ടിന് ഇറച്ചിയും ചോറും വിതരണം ചെയ്യുന്ന അന്നത്തെ ജമാഅത്തിന് അതിന്റെ ചുറ്റുഭാഗത്തുള്ള പള്ളിയിലാളുണ്ടാവും. എന്തേ പിറ്റേസ് അവിടെ ആളില്ലാന്ന്? അപ്പൊ ഭൗതിക നേട്ടങ്ങൾ പള്ളിയോടനുബന്ധിച്ചു പോയാൽ കിട്ടുമെന്നുണ്ടായിരുന്നുവെങ്കിൽ അതിൽ അവർ പങ്കെടുക്കുമായിരുന്നു എന്ന് റസൂലുള്ളാഹി അന്നത്തെ കാലത്ത് പറഞ്ഞെങ്കിൽ, ഇന്ന് ആ താല്പര്യങ്ങളുടെയും ഗനീമത്ത് ഒരക്കലുണ്ടെങ്കിൽ മുനാഫിക്കുകൾ തീർച്ചയായും പങ്കെടുത്തിരുന്നതാണ്. ഭൗതിക നേട്ടങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ താൻ പള്ളിയിൽ പങ്കെടുത്തത് കൊണ്ട് തനിക്ക് മറ്റുള്ളവരിൽ നേട്ടമുണ്ടെങ്കിൽ, അതാണ് മുനാഫിക്കുകളുടെ നിസ്കാരത്തെപ്പറ്റി. അവർ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ തന്നെ കുസാല, മടിയന്മാരാണ്. യുറാഊനന്നാസ, ആൾക്കാരെ കാണിക്കാനാണ്. ആൾക്കാരെ കാണിച്ചാൽ എന്താ? ഇവനും പള്ളിയിൽ വരുന്നുണ്ട്, അപ്പൊ മുസ്ലിമീങ്ങൾക്ക് കൊടുക്കുന്ന ആനുകൂല്യമൊക്കെ ഇവനും കിട്ടും. ആ ഒരു ആനുകൂല്യം പറ്റാൻ വേണ്ടി മാത്രം ജമാഅത്തിന് വരുന്ന ആളുകൾ, നിസ്കരിക്കുന്ന ആളുകൾ എന്ന് പ്രവാചകൻ മുനാഫിക്കീങ്ങളെ പറ്റി ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പ്രവാചക തിരുമേനിയുടെ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറയുന്നത് ഇവര് തീരെ നിസ്കരിക്കാത്ത ആൾക്കാരല്ല. വേറൊരു ഹദീസിൽ കാണാം, അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ, വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്ന ആണുങ്ങളെ പോയിട്ട് ചുട്ടുകൊല്ലാൻ തീരുമാനിച്ചു. അപ്പൊ തീരെ നിസ്കരിക്കായിട്ടല്ല, വീട്ടിലെ നിസ്കരിക്കുന്നുണ്ട്. ജമാഅത്തിന് വരാത്തതിനാണ് പ്രവാചകൻ ഇത്ര രോഷം കൊള്ളുന്നത്. ഇത് ബുഖാരി മുസ്ലിമൊക്കെ നിവേദനം ചെയ്ത സഹിയായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെയൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇതൊക്കെ ഒരു ഫർള് കിഫയായിരുന്നുവെങ്കിൽ, വലൗ കാനത്ത് ഫർള് കിഫായത്തിൻ ലകാനത്ത് ഖായിമത്തൻ ബിർറസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമൻ മഅഹു, സമൂഹത്തിലെ മഹല്ലിൽ ആരെങ്കിലും നിർവഹിച്ചാൽ മഹല്ലിലുള്ള മറ്റാൾക്കാരൊക്കെ കുറ്റത്തിന് ഒഴിവാകുമായിരുന്നുവെങ്കിൽ നബി തിരുമേനി എന്തിന് സഹാബത്തിനോട് നിസ്കരിക്കാൻ പറഞ്ഞ് ഈ പന്തവുമായിട്ട് ഇവരെ വീട് ചുറ്റുകരിക്കാൻ പോകണം? എന്തിനങ്ങനെ ചിന്തിക്കണം? മറ്റുള്ളവരും ചെയ്താൽ കുഴപ്പമില്ലെങ്കിൽ ഇവർ ചെയ്താൽ തന്നെ മറ്റുള്ളവരുടെ കുറ്റവും വീടുമെങ്കിൽ നബി തിരുമേനി ഉള്ള ആളെയും കൊണ്ട് പള്ളിയിൽ വന്ന ആൾക്കാരെയും കൊണ്ട് നിസ്കരിച്ചാൽ പോരെ? ഒരു വിറകിന്റെ കൊട്ട് കൊണ്ടുവരാമെന്ന് പറയാൻ വീട്ടിന്റെ ഉള്ളിലിട്ട് ചുട്ടുകൊല്ലാൻ തീരുമാനിച്ചു എന്ന് പറയാനെന്താ കാരണം? അങ്ങനെ ചിന്തിച്ചു പോയി എന്ന് പറയുമ്പോ അതൊരു സാധാരണ വർണ്ണിക്കേ, സാധാരണ സുന്നത്തോ അല്ല.
എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് നിങ്ങൾക്ക് പരലോകത്ത് ഇത്തരത്തിൽപ്പെട്ട ആളുകൾ ജമാഅത്തിന് ഹാജരാകാതിരുന്ന ആളുകളെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന നല്ലൊരു വിഭാഗം മുഖ്യത്തിന്